ആനിമെ വേൾഡിൽ പ്രകൃതിയെ വേറിട്ട രീതിയിൽ ദൃശ്യാവിഷ്കരണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു മൂവി തന്നെയാണ് വെതറിംഗ് വിത്ത് യു. 2019 മൊക്കോട്ടോ ഷിൻകായുടെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ റൊമാൻറ്റിക് ഫാൻറ്റസി മൂവിയാണ് വെതറിംഗ് വിത്ത് യു. പ്രകൃതിയെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് വെതർ അല്ലെങ്കിൽ കാലാവസ്ഥ. കാലാവസ്ഥ പ്രകൃതിയുടെ ഇമോഷൻസ് ആണെന്നും പറയപ്പെടാറുണ്ട്. ചിത്രത്തിൻ്റെ പ്രധാന തീമും ഇതൊക്കെ തന്നെയാണ്. ടോക്കിയോയിൽ ക്രമാതീതമായ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ 16 വയസ്സുകാരനായ ഹോതക്കോ മോറിഷിമ തൻ്റെ പ്രശ്നങ്ങൾ നിറഞ്ഞിട്ടുള്ള ചെറിയ ദ്വീപിൽ നിന്നും ടോക്കിയോയിൽ എത്തിച്ചേരുകയായിരുന്നു. പിന്നീട് അവൻ നായികയായിട്ടുള്ള ഹിന അമാനോ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുകയും അവളുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുകയാണ്. ഹിനയ്ക്ക് വെതറിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരുന്നു. അവളുടെ പ്രാർത്ഥന കൊണ്ട് മഴ നിർത്താനും പെയ്യിക്കാനും സാധിക്കുമായിരുന്നു. പിന്നീട് ഇവളുടെ ഈ ഒരു കഴിവിനെ പറ്റി ടോക്കിയോ നഗരം മുഴുവൻ അറിയുകയാണ്. അവളുടെ ആ ഒരു എബിലിറ്റി മഴക്കാലത്തുള്ള എല്ലാ ആഘോഷങ്ങൾക്കും സഹായകരമായി. ഹിനയുടെ കഴിവുകൾ ഉപയോഗിക്കുന്നത് ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ തിരിച്ചറിയുന്നു. പിന്നീട് അങ്ങോട്ട് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റോറിയുമായിട്ടാണ് സിനിമ മുൻപോട്ട് പോകുന്നത്. മൊക്കോട്ടോ ഷിൻകായുടെ ഡയറക്ഷനിൽ ഒരുപാട് മൂവീസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കൂടുതൽ ആകർഷിക്കുന്ന ഒരു മൂവി കൂടിയാണ് വെതറിംഗ് വിത്ത് യു. കാലാവസ്ഥാ നിയന്ത്രണത്തിൻ്റെ മാജിക്കൽ റിയലിസം എന്ന ആശയം കഥയെ വളരെ ആകർഷകമാക്കുന്നത് കൊണ്ട് തന്നെ സിനിമയും വളരെ അത് വ്യത്യസ്തമാക്കുന്നു. ആനിമെ ഫാൻസ് ആയിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും കാണാൻ പറ്റിയിട്ടുള്ള ഒരു മൂവി അല്ല, ഒരു മാജിക്കൽ വിഷ്വൽ ട്രീറ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് വെതറിംഗ് വിത്ത് യു എന്ന സിനിമ. ഈ ഒരു മൂവിയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സയോനര.